ഇറാൻ, ഹമാസ്, ഹൂതി എല്ലാവരും ഇസ്രയേലിനെ പറപ്പിക്കാൻ ഇറങ്ങിയിട്ട് കുറച്ചു നാളായി. അടിയും തിരിച്ചടിയുമായി യുദ്ധം നീളുന്നതല്ലാതെ ഇതിനൊന്നൊരറുതിയില്ലാത്ത മട്ടാണ്. ഇസ്രയേൽ ഒരു മിസൈൽ അയക്കും, തിരിച്ചടിക്ക് കോപ്പുകൂട്ടി ഇറാനും ഇറങ്ങും. അങ്ങനെ നീണ്ടുപോകുന്നതിനിടയിൽ ഒരു മേൽക്കൈ നേടാൻ ഇറാൻ ഒരു വഴി കണ്ടെത്തിയിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങളുടെ പുതിയ യൂണിറ്റ് സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കൂടാതെ ഇറാൻ അതിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിച്ച JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ ഇറാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അത് ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇസ്രയേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണിയായ ഇറാനും അതിന്റെ പ്രോക്സികൾക്ക് എതിരെയും ശക്തമായി പിടിച്ചു നിൽക്കാൻ രാജ്യം ശ്രമിക്കുന്നതായും നെതന്യാഹു പറയുന്നു. ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇസ്രയേലിന് ഇറാന്റെ കയ്യിൽ നിന്ന് മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാന്റെ സൈനിക സഖ്യകക്ഷികളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇസ്രയേൽ പറയുന്നു. ആധുനിക ശക്തികളിൽ നിന്നുള്ള ഭീഷണികൾ ഉയരുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. അമേരിക്കയുടെ ഒത്താശയിൽ നടപ്പിലായ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും നിരവധി ലംഘനങ്ങളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനിടെ ലോകരാജ്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഇസ്രയേലിന്റെ പ്രതിച്ഛായ വീണ്ടും മിനുക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് ഇസ്രയേലിനെ തറപറ്റിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഇറാൻ സായുധ സേന കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വ്യോമ പ്രതിരോധ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനിയൻ സൈനിക സേന തങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പുതിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനിക ശേഷി ഇനിയും ശക്തിപ്പെടുത്താനും തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ കടലിന്റെയും തീരത്ത് 2 പുതിയ ഭൂഗർഭ മിസൈലുകളും ഫ്ലോട്ടിംഗ് നഗരങ്ങളും ഇറാൻ അവതരിപ്പിക്കുമെന്നും ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ വകുപ്പ് മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയും പറയുന്നു. അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാനിയൻ സായുധ സേനയുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത സൈനിസ്റ്റ് ശത്രുവിന് നന്നായി അറിയാമെന്നും കൂടുതൽ കൃത്യതയോടെയും വേഗതയോടെയും കൂടെ ഇസ്രയേലിനെ തുരത്താൻ തങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. എത്ര വലിയ വെല്ലുവിളികളും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും എത്ര വലിയ സങ്കീർണ യുദ്ധത്തിനും IRGC സജ്ജമാണെന്നും അതിനുള്ള ഒരു ഉത്തരവിനായി സൈന്യം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ശത്രുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ. ഇനിയും ഒരാക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ സർവനാശമായിരിക്കും ഫലമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നും അദ്ദേഹം പറയുന്നു. എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളാലും ഇറാൻ സൈന്യം സജ്ജമാണ്. ആക്രമണത്തിന്റെ ഒരു സൂചന ലഭിച്ചാൽ പോലും അതിന് ഇസ്രയേലിന് ലഭിക്കുന്ന മറുപടി വലുതായിരിക്കും. സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈന്യത്തിന്റെ ഈ പ്രാവീണ്യം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്.